Assalamu alaikum wa rahmatullahi wa barakatuhu. How are you, my dear children? In the last class, we were learning about Charles Babbage and Ada Lovelace, right? Today, we will be learning about an inventor called Herman Hollerith. What did Herman Hollerith do? Herman Hollerith എന്ന് പറയുന്ന ഒരു ഇൻവെൻറ്റർ ഉണ്ടായിരുന്നു. ആ ഇൻവെൻറ്റർ ഉണ്ടാക്കിയൊരു മെഷീൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. ഹെർമൻ ഹോളറിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹോളറിത്ത് മെഷീൻ ഇൻവെൻറ്റ് ചെയ്തു. ഈ ഹോളറിത്ത് മെഷീൻ്റെ പ്രത്യേകത എന്തായിരുന്നെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റോർ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ കമ്പ്യൂട്ടറിനൊക്കെ ഓരോരോ ഡിവൈസസ് ഉണ്ടല്ലേ. അപ്പോൾ ഹോളറിത്ത് എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ സെൻസസ് നടത്തുന്ന സമയത്ത്, സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോപ്പുലേഷനൊക്കെ എത്ര പീപ്പിൾ ജീവിക്കുന്നുണ്ട് അല്ലേ, ആ പീപ്പിളിന് എത്ര വാഹനങ്ങളുണ്ട്, അതേപോലെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ അറിയാനുള്ള ഒരു ഷീറ്റായിരിക്കും ഈ സെൻസസ് എന്ന് പറയുന്ന. വീട്ടിലൊക്കെ സെൻസസ് വന്ന ആൾക്കാർ എടുക്കാറില്ലേ, സെൻസസിൻ്റെ ഭാഗമായിട്ട് ആളുകൾ വരാറുണ്ട്. സം പീപ്പിൾ കം ടു അവർ ഹൗസസ് ഫോർ ടേക്കിംഗ് സെൻസസ്. സോ മെയിൻലി പോപ്പുലേഷൻ അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നത്. സോ US-ലെ സെൻസസ് എടുക്കുന്ന സമയത്ത് ഇൻ ദ ഇയർ 1890 ഡ്യൂറിങ് US സെൻസസ് വാട്ട് ഹാപ്പൻഡ്? ഹോളറിത്ത് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ഒരു മെഷീൻ ഇൻവെൻറ്റ് ചെയ്തു. സോ ദാറ്റ് ഈ സെൻസസിൽ നമുക്ക് കൗണ്ടിങ് അല്ലേ സെൻസസിൽ വേണ്ടത്. അപ്പോൾ നമ്പർ എത്ര ആളുകളുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെഷീനായിരുന്നു ഹോളറിത്ത് മെഷീൻ എന്ന് പറയുന്നത്. ഈ ഹോളറിത്ത് മെഷീനിന് ഒരുപാട് പാർട്സ് ഉണ്ടായിരുന്നു. ആദ്യം ഈ ഹോളറിത്ത് മെഷീനിന് ഉപയോഗിക്കുന്ന ഒരു ഇൻഫർമേഷൻ വെക്കുന്ന ഒരു ഷീറ്റ് ഓഫ് പേപ്പർ പോലത്തെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ കുറേ ഇൻഫർമേഷൻ കാണും. there will be some information in a sheet of paper. ഓക്കെ, ഡ്രോ ചെയ്യേണ്ട, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഡ്രോ ചെയ്യേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം there will be a sheet of paper. അപ്പം ഒരു മെഷീനിൽ ഇൻഫർമേഷൻ ഷീറ്റ് ഓഫ് പേപ്പറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കും, അന്നത്തെ ഒരു രീതി വെച്ചിട്ട്. എന്നിട്ട് ഈ ഷീറ്റ് ഓഫ് പേപ്പറിൽ they used a punching machine. ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് കുറച്ച് പഞ്ചിങ് ചെയ്യും, മാർക്കൊക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച് പഞ്ചിങ് ചെയ്യും. പഞ്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഇരിക്കുമായിരുന്നു. ആ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ പഞ്ചിങ് മീൻസ് വാട്ട്, ഹോൾ ഇടുന്നതിന് ഒരാൾ ഇരിക്കുമായിരുന്നു അവിടെ. ഇപ്പോൾ എനിക്ക് ഈ ഷീറ്റ് ഓഫ് പേപ്പറിൽ ഒരു 4 ഹോൾസ് ഉണ്ട്. അതെന്തിനൊക്കെയോ ഡിനോട്ട് ചെയ്തിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ മാർക്കിൽ പഞ്ച് ചെയ്ത് ഒരാൾ പഞ്ച് ചെയ്ത് ആ ഷീറ്റിനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു കാർഡ് റീഡർ എന്നും പറഞ്ഞുകൊണ്ടൊരു മെഷീൻ ഉണ്ടായിരുന്നു. കാർഡ് റീഡർ ഇതെന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ, ദ കാർഡ് റീഡർ വാസ് യൂസ്ഡ് ടു സെൻസ് ദ പഞ്ചസ്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ പഞ്ചിങ് മെഷീൻ വെച്ച് ഉപയോഗിച്ച് പഞ്ചസ് ഉണ്ടാക്കിയില്ലേ, ഹോൾസ് ഉണ്ടാക്കിയില്ലേ, ആ ഹോൾസ് എവിടെയാണ് അത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സെൻസ് ചെയ്യുന്ന എന്തിനാണ്, നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് കിട്ടുന്നത് അങ്ങനെയായിരുന്നു. അപ്പം ഈ പഞ്ചസ് വെച്ചിട്ട് സെൻസ് ചെയ്യുന്ന ഒരു കാർഡ് റീഡർ ഉണ്ടായിരുന്നു. കാർഡ് റീഡർ വാസ് യൂസ്ഡ് ടു സെൻസ് ദ പഞ്ചസ്. ഇനി ഈ കാർഡ് റീഡർ എന്തോ ചെയ്യും? കാർഡ് റീഡർ ഈ ബോർഡിൻ്റെ അത്രയും ഇല്ല, ഈ ബോർഡിൻ്റെ ഒരു പകുതിയോളം വരുന്ന ഒരു വാൾ ഓഫ് ക്ലോക്ക് പോലെ, ഡയൽസ്, നമ്മുടെ വാച്ചിൻ്റെ ഡയൽസ് ഇല്ലേ, അതുപോലെ ഒരു വാൾ ഓഫ് ഡയൽസ് ഉണ്ടായിരിക്കും. വരയ്ക്കണ്ട കേട്ടോ, ഈ ഡയൽസ് ഇങ്ങനെ കാണും. ഈ ഡയൽസ് എന്തോ ചെയ്യും? കൗണ്ടിങ് റിസൾട്ട് എന്താണെന്ന് ഈ ഡയൽസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഈ ഡയൽസിൽ ഇപ്പം ക്ലോക്കിന് ഓരോ ഹാൻഡില്ലേ, അവർ ഹാൻഡിലും സെക്കൻഡ് ഹാൻഡും ഒക്കെ ഇല്ലേ, അതേപോലെ ഈ ക്ലോക്കിന് ഈ ഡയൽസിനും അവർ ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് ആണ്ടോ ഇങ്ങനെ കാണും. അപ്പോൾ ഓരോ ക്ലോക്കും ഓരോ നമ്പർ ഡിനോട്ട് ചെയ്യും. മനസ്സിലായോ? ഇൻട്രസ്റ്റിംഗ് അല്ലേ?
ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, മിസ് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഹോളറിത്ത് എന്തോ ചെയ്തു, ഈ കാർഡ് റീഡർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ഈ കാർഡ് റീഡർ കൊണ്ട് ഈ ഡയൽ ക്ലോക്ക് കണക്ട് ചെയ്യും ഒരു ഗിയർ വെച്ച്. ഗിയർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു ഫ്ലവർ ഷേപ്ഡിൽ ഗിയർ, ഇങ്ങനത്തെ ഷേപ്പിൽ ഗിയർ. There were gears connected to the card reader. Why? To show the results of counting. Counting of what? Counting the population. അപ്പോൾ ഹെർമൻ ഹോളറിത്ത് എന്താ ചെയ്തത്? ഹെർമൻ ഹോളറിത്ത് used a machine for calculating during the time of US census in the year 1890. It had a card reader which sensed the punch holes in the cards. A gear driven mechanism was used which could count the large wall full of dials. DIALS, dials. ഈ ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യും. ദേ യൂസ് ടു ഇൻഡിക്കേറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഓരോ നമ്പേഴ്സ് ആയിരിക്കും ഓരോന്ന് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം ഹെർമൻ ഹോളറിത്തിൻ്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു ഹോളറിത്ത് മെഷീൻ. അങ്ങനെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ചാൾസ് ബാബേജ് അനാലിറ്റിക്കൽ എൻജിൻ ഉണ്ടാക്കി. ആദ ലവ്ലേസ് പ്രോഗ്രാമർ ആയിരുന്നു അല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കി അല്ലേ? നമ്മുടെ ഹെർമൻ ഹോളറിത്ത് എന്തോ ചെയ്തു? ഹോളറിത്ത് മെഷീൻ ഉണ്ടാക്കി, വിച്ച് വാസ് യൂസ്ഡ് ഫോർ സെൻസസ്. US-ലെ സെൻസസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇനി നമുക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കാം. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, നെക്സ്റ്റ് ടോപ്പിക്. എന്തിനാ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് തിരിച്ചു വെച്ചേക്കുന്നതെന്ന് അറിയാം? വൈ ഹാഡ് വി ക്ലാസിഫൈഡ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ടു ജനറേഷൻസ്? ബിക്കോസ് ആദ്യത്തെ കാലത്ത് ഫസ്റ്റ് ജനറേഷനിലൊക്കെ സമയത്ത് നമ്മൾ ഒരു പെർട്ടിക്കുലർ അതിനകത്ത് കുറേ പെർട്ടിക്കുലർ കമ്പോണൻസ് ഉപയോഗിച്ചിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കമ്പോണൻസ് ഒക്കെ മാറ്റി കുറച്ചും കൂടെ ചെറുതാക്കി കമ്പ്യൂട്ടറിന് വേറെ വേറെ പെർഫോമൻസ് കൂടിയ കമ്പോണൻസ് ഉപയോഗിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഒരു മിനി കമ്പ്യൂട്ടർ ആണല്ലോ നമ്മുടെ മൊബൈൽ ഫോൺ. അപ്പം ജനറേഷൻസ് ആക്കി മാറ്റണ്ടേ? We have to classify the computers into generations. അപ്പം generations of computers ആണ് ഇനി next. We are going to learn generations of computers. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഏത് കാലത്തിലാണ് തുടങ്ങിയത്? ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് 1940 തുടങ്ങി ഒരു 1955 വരെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സ് വളരെ രസകരമായിട്ടുള്ള കഥയാണ്. 1940യും 1955 വരെയായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ വാക്യൂം ട്യൂബ്സ് എന്നായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. ഉപയോഗിച്ചിരുന്നത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് വാക്യൂം ട്യൂബ്സ്. വാക്യൂം ട്യൂബ്സ് ഒക്കെ വളരെ വലുതാണ്. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് CPU-ൻ്റെ ഒക്കെ പ്രോസസ്സിങ് ചെയ്യത്തില്ലേ, അതുപോലെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ പേരാണ് വാക്യൂം ട്യൂബ്സ്. ഇത് ഫസ്റ്റ് ജനറേഷനിലുണ്ടായിരുന്നതാണ്. ഒരു കമ്പ്യൂട്ടറിലൊക്കെ 1800 വാക്യൂം ട്യൂബ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇമാജിൻ ഹൗ ബിഗ് ദ കമ്പ്യൂട്ടർ വിൽ ബി. ഇമാജിൻ വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ഒരു ടാസ്ക് ഒരു സമയത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 ടാസ്ക് അറ്റ് എ ടൈം. കൂടുതൽ ആ കമ്പ്യൂട്ടറിന് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു. ഇറ്റ് വാസ് ഏബിൾ ടു ഡു ഓൺലി 1 ടാസ്ക് അറ്റ് എ ടൈം. 1 ടാസ്ക് അറ്റ് എ ടൈം. കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. മൾട്ടി ടാസ്കിംഗ് ഒന്നും നടക്കത്തില്ല. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, വിൻഡോസും അതും. പക്ഷേ അന്നത്തെ കാലത്ത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ എന്തില്ല? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് OS എന്ന് പറയും, നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം 1800 വാക്യൂം ട്യൂബ്സൊക്കെ ഉപയോഗിച്ച് വലിയൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി അല്ലേ. ഈ 1940 തുടങ്ങി 1943 ആയപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ, ഒരു കൊളോസസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? മിലിറ്ററി പേർപ്പസസിന് വേണ്ടിയിട്ടായിരുന്നു അത്. കൊളോസസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിനെ 1943 ഉണ്ടാക്കി. 1943 എന്താ അതിൻ്റെ പേര്? കൊളോസസ്. COLOSSUS. കൊളോസസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി ഫോർ മിലിറ്ററി പേർപ്പസസ്, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു അത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഏനിയാക്ക് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തു. 1943 കൊളോസസ് വന്നത്. 1943 കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞ് 1946 ആയപ്പം ഏനിയാക്ക് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടായി. ഏനിയാക്ക് 1946. ഏനിയാക്ക് ENIAC. ഏനിയാക്ക് കണ്ടോ. അപ്പോൾ 1940 തുടങ്ങി. 1943 ആയപ്പം കൊളോസസ് എന്ന് പറയുന്നൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. 1946 ആയപ്പം ഏനിയാക്ക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആയിരുന്നു ഇത് തൊട്ട്. ഏനിയാക്കിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതൊരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആയിരുന്നു. ഇറ്റ് വാസ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ നമുക്ക് സമ്മറി പറയാം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വാസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് 1940 and 1955. It used vacuum tubes for processing. Then it had somewhat 1800 number of vacuum tubes inside it. Then it could only perform one task at a time. It had no operating system. Then പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ്, നമ്മൾ സീറോസ് ആൻഡ് വൺസ് ഉപയോഗിക്കത്തില്ലേ, മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്നതാണ്. ലാംഗ്വേജിൻ്റെ കാര്യം എടുത്തു പറയണം. മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇറ്റ് യൂസ്ഡ് മെഷീൻ ലാംഗ്വേജ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. എന്ത് പാടായിരിക്കും, യൂസർ തന്നെ സീറോസിലും വൺസിലും തന്നെ കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. 0 and 1 വെച്ചിട്ടായിരിക്കും ഇൻഫർമേഷനൊക്കെ കമ്പ്യൂട്ടറിന് പാസ് ചെയ്യുന്നത്. അത് അന്നത്തെ കാലത്ത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. പിന്നീടുള്ള ജനറേഷൻസിലാണ് നമുക്കിപ്പോൾ പ്രോഗ്രാം കോഡ്സൊക്കെ അല്ലേ, ഈസിയർ മെത്തേഡല്ലേ. മെഷീൻ ലാംഗ്വേജ് നമുക്കറിയില്ല. മെഷീൻ ലാംഗ്വേജ് കണ്ടാൽ 01 10 1110 ഇങ്ങനെയൊക്കെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഒരുപാട് ബിറ്റ് ഉണ്ട് എന്ന് മാത്രമല്ലേ മനസ്സിലാവും. എന്തെങ്കിലും അത് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? നോ, വി കാൻറ്റ് അണ്ടർസ്റ്റാൻഡ് മെഷീൻ ലാംഗ്വേജ് ഈസിലി. So at that time they used machine language. പിന്നെ ഒരു പോയിന്റ് എന്തായിരുന്നു? വാക്യൂം ട്യൂബ്സ്. പിന്നെ ഒരു പോയിന്റ് എന്താ? ഒരു കമ്പ്യൂട്ടറിന് 30 tons വരെ വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിനൊക്കെ എത്ര 1 കിലോ പോലും കാണത്തില്ലല്ലേ. 30 tons ഓഫ് വെയിറ്റ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഈ ഏനിയാക്ക് കമ്പ്യൂട്ടറിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു സ്ഥലത്തെ കമ്പ്യൂട്ടർ ഓണാക്കിയാൽ, ഇപ്പോൾ സപ്പോസ് US ഒരു കമ്പ്യൂട്ടർ ഓണാക്കിയാൽ ഫിലാഡൽഫിയയിലെ കറണ്ട് വരെ പോവും. മനസ്സിലായോ? അത്രയ്ക്കും ഹ്യൂജ് പവർ ഉപയോഗിച്ചിരുന്ന ഒരു ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ: കൊളോസസ് എഴുതാം, ഏനിയാക്ക് എഴുതാം, യൂണിവാക്ക് എഴുതാം. യൂണിവാക്ക് മിസ് മായിച്ചിട്ട് എഴുതാം. യൂണിവാക്ക് പിന്നെ എഡ്വാക്ക്, EDVAC, എഡ്വാക്ക്. പിന്നെ എഡ്സാക്ക് ഉണ്ട്, എഡ്സാക്ക്, EDSAC. ഇതൊക്കെ കമ്പ്യൂട്ടേഴ്സിൻ്റെ പേരാണ്. ഏനിയാക്ക്, യൂണിവാക്ക്, എഡ്വാക്ക്, എഡ്സാക്ക് ഇതൊക്കെ ആയിരുന്നു. റിപ്പീറ്റ്: യൂണിവാക്ക്, എഡ്വാക്ക്, എഡ്സാക്ക്, ഏനിയാക്ക്. ഇതൊക്കെയായിരുന്നു കമ്പ്യൂട്ടേഴ്സിൻ്റെ പേര്. ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കമ്പയർ ചെയ്ത് പറയാം. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഇത്രേ പറയാനുള്ളൂ. സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ എന്തായിരുന്നു പ്രത്യേകത എന്നറിയാവോ? ആദ്യം തന്നെ ആ വാക്യൂം ട്യൂബ്സ് ഉണ്ടല്ലോ, നമ്മുടെ വാക്യൂം ട്യൂബ്സിനെ എടുത്തങ്ങ് മാറ്റി. They removed the vacuum tubes in second generation. ഫസ്റ്റ് ജനറേഷൻ നിർത്തിയത് 1955 സെക്കൻഡ് ജനറേഷൻ എവിടെ മുതലാണ്? 1956 മുതൽ തുടങ്ങും. 1956 മുതൽ 1963 വരെയായിരുന്നു. They used
transistors instead of vacuum tubes. They used transistors instead of vacuum tubes. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? വാക്യൂം ട്യൂബ്സ് എന്ത് വലുതാണ്, ട്രാൻസിസ്റ്റേഴ്സൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സൈസ് കുറയും. മനസ്സിലായില്ലേ? സോ ഇൻസ്റ്റെഡ് ഓഫ് വാക്യൂം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് transistors which were very small in size and its performance was highly efficient. Highly efficient പെർഫോമൻസ്. ഹൈലി എഫിഷ്യൻറ്റ് പെർഫോമൻസ് ആയിരുന്നു ആർക്ക്? ട്രാൻസിസ്റ്റേഴ്സിന്. ആദ്യത്തെ ഈ മെഷീൻ ലാംഗ്വേജസിനെ മാറ്റി അസംബ്ലി ലാംഗ്വേജ് ആക്കി. അസംബ്ലി ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നും കൂടെ പഠിക്കാം. അസംബ്ലി ലാംഗ്വേജിന് എക്സാമ്പിൾ COBOL, 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 FORTRAN, Fortran. COBOL, 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 FORTRAN, Fortran. ഇതൊക്കെ അസംബ്ലി ലാംഗ്വേജസ് ആണ്. മെഷീൻ ലാംഗ്വേജ് മാറി അസംബ്ലി ലാംഗ്വേജസ് ആയി. ഈ മെഷീൻ ലാംഗ്വേജ് വളരെ വലുതാണ്, സീറോസ് ആൻഡ് വൺസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ്, കോഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കോബോളിനൊരു ഫുൾ ഫോം ഉണ്ട്, കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ ഫോർമുല ട്രാൻസ്ലേഷൻ. അപ്പോൾ ബൈനറി കോഡ്സും എല്ലാം റീപ്ലേസ്ഡായി വളരെ എളുപ്പമുള്ള അസംബ്ലി ലാംഗ്വേജായി. ദെൻ ഡിസ്ക്, ടേപ്പ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു സെക്കൻഡ് ജനറേഷൻ. ഡിസ്ക് ടേപ്പ്, ദേ യൂസ്ഡ് ഡിസ്ക് ടേപ്പ്. എന്തിനാണ് ഡിസ്കും ടേപ്പും ഒക്കെ? സ്റ്റോറേജിന് വേണ്ടിയിട്ട് അല്ലേ? മെമ്മറി സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഡിസ്കും ടേപ്പും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ജനറേഷനായിരുന്നു. എക്സാമ്പിൾസ് UNIVAC 1. എക്സാമ്പിൾസ് UNIVAC 1, IBM 650, IBM 650. സെക്കൻഡ് ജനറേഷനിൽ നിർത്താം. ഇത്രയേ ഉള്ളൂ. വാക്യൂം ട്യൂബ്സിന് പകരം ഉപയോഗിച്ചത് ട്രാൻസിസ്റ്റേഴ്സ്. ഇറ്റ് വാസ് ഹൈലി എഫിഷ്യൻറ്റ്, ഇറ്റ് വാസ് വെരി സ്മോൾ ഇൻ സൈസ്. പവർ കൺസംഷനൊക്കെ വളരെ ലോ ആയിരുന്നു. ഇലക്ട്രിസിറ്റി ഒന്നും അധികം ഉപയോഗിക്കത്തില്ല, പവർ കൺസംഷൻ ലോ ആയിരുന്നു. പിന്നെ അസംബ്ലി ലാംഗ്വേജ് ആയി, മെഷീൻ ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്ത് അസംബ്ലി ലാംഗ്വേജ് ആയി. എന്തൊക്കെയായിരുന്നു ലാംഗ്വേജസിൻ്റെ പേര്? എക്സാമ്പിൾ ലാംഗ്വേജ് ഓഫ് COBOL, കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേറ്റർ. പിന്നെ എക്സാമ്പിൾസ് അന്നത്തെ കാലത്തത് UNIVAC 1ഉം IBM 650യും. പിന്നെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഡിസ്കും ടേപ്പും ഉപയോഗിച്ചിരുന്ന ഒരു ജനറേഷനായിരുന്നു സെക്കൻഡ് ജനറേഷൻ. അപ്പോൾ ഫസ്റ്റും സെക്കൻഡ് ജനറേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് മൊത്തം 5 ജനറേഷൻസ് പഠിക്കണം. ഈ തേർഡും ഫോർത്തും 5 ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം എൻജോയബിൾ ക്ലാസ് ആയിരുന്നല്ലോ അല്ലേ? ഹിസ്റ്ററിയൊക്കെ കുറച്ച് പഠിച്ചല്ലേ? അപ്പോൾ ഇനി കമ്പ്യൂട്ടേഴ്സിൻ്റെ നെക്സ്റ്റ് 3 ജനറേഷൻസുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാമേ. അതുവരേക്കും പഠിക്കുക. ശരി എന്നാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.